ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾക്ക് മുൻപ് പരിചയമുള്ള ഫ്രൂട്ട് ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവക്കാഡോ ഫ്രൂട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടാകുമെന്ന് കരുതി അവിടെ നിന്നും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അവക്കാഡോ ഫ്രൂട്ട്സ് പഴുപ്പിക്കുവാൻ വെച്ചു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും അവക്കാഡോയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ഒന്ന് രണ്ട് അവക്കാഡോ എടുത്ത് കട്ട് ചെയ്തപ്പോഴാണ് കളിപ്പീര് മനസ്സിലായത്. അകത്തു നിന്നും കേടുവന്നിരുന്നു. മൂപ്പെത്താത്ത കായ്കൾ പറിച്ച് വിപണനം ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ പറ്റിക്കപ്പെട്ട പോലെ എത്ര പേരെ അവർ പറ്റിച്ചു കാണും. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടാത്ത പഴങ്ങൾ കഴിവതും അത് കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക. കർഷകർക്ക് അതൊരു സഹായവും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പഴങ്ങൾ കഴിക്കുവാനും സാധിക്കുന്നു. എന്തായാലും പഴങ്ങൾ കഴിക്കുവാൻ സാധിച്ചില്ല, പോട്ടെ. അതിൻ്റെ വിത്തുകൾ എടുത്ത് പാകി മുളപ്പിക്കുവാൻ വെച്ചു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ വിത്തുകളെല്ലാം മുളച്ചു വന്നു. അതിൽ ഹെൽത്തിയായ ഒന്നെടുത്ത് റീപ്പോർട്ട് ചെയ്തു വെച്ചു. വിത്ത് മുളപ്പിച്ച തൈകൾ വളർന്നു വന്ന് റിസൾട്ട് കിട്ടുവാൻ 7 തൊട്ട് 15 വർഷം വരെയൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. അതേസമയം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വെക്കുകയാണെങ്കിൽ 3-4 വർഷത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നതാണ്. എന്തായാലും നല്ല വെറൈറ്റി അവക്കാഡോ ഫ്രൂട്ടിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ വാങ്ങുവാൻ ഇരിക്കുകയാണ് ഞാൻ. പഴച്ചെടികളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.